ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ എളുപ്പത്തിൽ, അതായത് ചില സമയത്ത് നമ്മളിങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ കാണുന്നവർക്ക് ചിലർക്കെങ്കിലുമൊക്കെ തോന്നായിരിക്കും, ഓ ഇതെന്താണ്, ഇത് വലിയ കാര്യമൊന്നുമില്ലല്ലോ, എന്ത് കഷ്ടപ്പാടിരിക്കണമെന്ന്. പക്ഷേങ്കിൽ നമ്മളൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അത് ശരിക്കും ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പണ്ട് ഞാനും ഇതുപോലെ വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. ഈ അടുത്ത സമയത്താണ് കുറച്ച് കൂടുതൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഇതിനൊരു കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. യൂട്യൂബ് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ഈ അടുത്ത മാസമാണ് എടുത്തത്. അതിന് മുന്നേ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണെങ്കിലും കാര്യമായിട്ട് വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. ആരെങ്കിലും കാണട്ടെ, കണ്ടില്ലേ കുഴപ്പമില്ല എന്നൊരു മട്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പം ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ആ പിന്നിലൊരു കഷ്ടപ്പാടൊക്കെ ഓർത്തിട്ട് നമ്മളിടുന്നതായ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ വീട്ടിൽ എല്ലാവരെയും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് അത്രയും സമയം മിണ്ടിപ്പിക്കാതിരിക്കുക. മാക്സിമം ഞാൻ വീട്ടിലെ എല്ലാവരുടെയും ഓൺ വോയിസിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ പതിവ്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീട്ടിലുള്ളപ്പോൾ വീഡിയോസ് എടുക്കുന്ന ദിവസമാണെങ്കിൽ പാട്ടൊക്കെ വെക്കുമ്പോൾ ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഷ്ടപ്പാടല്ലേ. പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ വളരെ കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വാച്ച് ടൈമും ഒക്കെ കൂട്ടാൻ ശ്രമിക്കുന്ന യൂട്യൂബേഴ്സിന് ആ കഷ്ടപ്പാട് മനസ്സിലാവും. പിന്നെ കുറച്ച് ഒരു പബ്ലിക് ഫിഗറിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനും അവരെന്ത് ചെയ്യുന്നു എന്നറിയാനും എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു കൗതുകം കാണുമല്ലേ. പക്ഷേ നമ്മളുടെ ഒന്നും കാര്യം ഇപ്പം അറിഞ്ഞിട്ട് ആർക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് നമ്മളുടെ ഫാൻസ് ആവുന്നതാണല്ലോ നമ്മളെപ്പോലുള്ള സാധാരണ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് നമ്മളെ കണ്ട് പിന്നെ നമ്മൾക്ക് ഡെയിലി കാണണം എന്നൊരാഗ്രഹം തോന്നുന്നവരാണ് സാധാരണ പബ്ലിക് ഫിഗേഴ്സ് അല്ലാത്ത യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ എനിക്കും അങ്ങനെ ഒരുപാട് പേരുണ്ട്, സാധാരണക്കാർ, ഡെയിലി വീഡിയോ ഇടുന്നവർ. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻസൊക്കെ ഇട്ട് കാണുന്നത് നമുക്ക് സന്തോഷമല്ലേ. പക്ഷേ കമൻസൊന്നും ഇല്ല കേട്ടോ. കമൻസ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. വല്ലപ്പോഴും 2-3 പേര് കമൻസ് ഇല്ലേലായി. അപ്പം നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് വരാം കേട്ടോ. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി നമ്മളുടെ ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്യാൻ ലേഡീസ് ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ സിമ്പിൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, നമ്മൾ സവോളയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ എണ്ണയൊഴിച്ച് വഴറ്റുക. ഒരുപാട് അങ്ങനെ മൊരിയൊന്നും വേണ്ട, ബ്രൗൺ കളർ ആകുകയും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി എണ്ണയിൽ കിടന്ന് കേട്ടോ. ഇതിനും വേറൊരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി ഒരുപാട് നമ്മൾ വഴറ്റിയെടുക്കാതെ ഉണ്ടാക്കുന്നതിന് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തത്. പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ നല്ല മണവും ഗുണമൊക്കെയുള്ള നമ്മളുടെ മമ്മിയുടെ സ്വന്തം ഗരം മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുക. എല്ലാം കൂടെ നല്ലതുപോലെ ആ പച്ച മണമൊക്കെ മാറി നല്ലൊരു മൂത്ത് വരുന്നതിൻ്റെ സ്മെല്ല് വരുമ്പോഴത്തേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളമല്ല, ഞാൻ ചൂടുവെള്ളമാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് അത് അവിടെ കിടന്ന് നല്ല മൂത്ത് നല്ല മണം വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർക്കുക. പിന്നെ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഈ സമയത്ത് ഈ ഗ്രേവി ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക. അതവിടെ കിടന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ പീസ് അങ്ങോട്ട് ഇടുക. ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ചിക്കൻ പീസിലെ വെള്ളം ഇറങ്ങി നമ്മൾ ആ ഒഴിച്ച ഇച്ചിരിയും വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ ഇങ്ങനെ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം, പെട്ടെന്ന് കഴിക്കണമെങ്കിൽ മീഡിയം ഫ്ലെയിം ഇട്ടോ, അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയാണ് കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ നിന്നങ്ങ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ആ പാത്രത്തിലെല്ലാം കൂടെ കിടക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇളക്കാനും പറ്റില്ല, പിന്നെ ഇവിടെ എല്ലാം തെറിച്ച് താഴെയൊക്കെ വീണ് പിന്നെ നമ്മൾ അതുകൂടെ തൂത്ത് തുടയ്ക്കാൻ നിന്നാൽ
പിന്നെ ആകെ മൊത്തവും നമുക്ക് സമയം ചിലവാണ് കേട്ടോ. അതാണ് നമ്മൾ വലിയൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയത്. അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിനിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിയൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചേക്കുക. പിന്നെ നമ്മൾ തടത്തുണിയൊന്നും അന്വേഷിക്കേണ്ട. ഇതുപോലെ ഒരു തവി ഉണ്ടെങ്കിൽ അതേലോട്ട് ആ പിടിയുടെ ഇടയ്ക്കോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടപ്പ് തുറക്കാനും ഈസിയാണ് കേട്ടോ. ഞാൻ ഇതുപോലെയൊക്കെയാണ് കേട്ടോ. ഒന്നി നമ്മളുടെ പിച്ചാത്തി ഇട്ടിങ്ങനെ തുറക്കുക, അല്ലെങ്കിൽ ഒരു തടിയുടെ സ്റ്റിക്ക് ഇട്ടിങ്ങനെ തുറക്കുക. നമ്മൾ തടത്തുണിയൊന്നും അന്വേഷിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളുടെ കറികളെല്ലാം റെഡിയായി നമ്മൾ ഉച്ചയൂണ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് രാത്രിയിലാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട ഇങ്ങനെ ഇടറി വല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും വോയിസ് ഓവർ ഒന്നും കൊടുക്കേണ്ട, ഓൺ വോയിസിലിടാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും കൊച്ചു വീട്ടിലുള്ളത് കൊണ്ട് വലിയ സൗണ്ടിൽ ടി വിയും ആകെ മൊത്തം ബഹളമാണ്. നിങ്ങൾക്കിനി എൻ്റെ ഓൺ വോയിസ് വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് കാണാനുള്ള കൊതി കൊണ്ടാണ്. അപ്പം നമ്മളിന്ന് വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും പയറ് മെഴുക്ക് പുരട്ടിയും അതും തേങ്ങാ കൊത്തിട്ട നമ്മളുടെ അച്ചിങ്ങ പയറ് മെഴുക്ക് പുരട്ടിയും നമ്മളുടെ ഞാനുണ്ടാക്കിയ സ്വന്തം ചിക്കൻ റോസ്റ്റും അതേപോലെ തന്നെ മാങ്ങ പറ്റിച്ചതും വാഴയ്ക്ക തോരനുമായിരുന്നു കേട്ടോ. എന്തിനാണ് 2 തോരനും 2 മെഴുക്ക് പുരട്ടിയെന്ന് ചോദിച്ചാൽ, ഇഷ്ടംപോലെ വാഴയ്ക്ക ഉള്ളത് കൊണ്ട് തന്നെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും വാഴയ്ക്ക തോരനും ആക്കി. അതേപോലെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നത് കൊണ്ട് മാങ്ങ വെറുതെ അത് ചീത്തയാക്കി കളയണ്ട, പഴുത്ത് കഴിഞ്ഞാൽ ഒരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് മാങ്ങ പറ്റിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ പറ്റിച്ചത് എൻ്റെ ഫേവററ്റാണ് കേട്ടോ. മാങ്ങാ കറിയേക്കാളും എനിക്കിഷ്ടം മാങ്ങ പറ്റിച്ചതാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചോളൂ, റെസിപ്പി തരാം. അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് കയറി കണ്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നല്ല അച്ചിങ്ങ പയറ് മെഴുക്ക് പുരട്ടി തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അച്ചിങ്ങ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളുടെ അടിപൊളി സ്വാദിഷ്ടമായ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇടാനും മറക്കണ്ട. അതേപോലെ ലൈക്കും ഷെയറും എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ കാച്ചിയമോരും ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിച്ച് എന്ത് നല്ല രസമുള്ള ഊണാണല്ലേ നമ്മൾ വീട്ടിലെ ഊണ്. ഇതൊന്നും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഒന്നും വേറെ എങ്ങും കിട്ടില്ല എന്ന് ഞാൻ മമ്മിയോട് ഞാൻ പറയാറുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ഈ സെയിം ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കേട്ടോ. ഞാനും അത്യാവശ്യം മമ്മിയെപ്പോലെ കുക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഒരു പൊടിക്ക് എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം മമ്മി ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഉച്ചയൂണ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം എത്ര അപ്പമാണല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ട്രൈ ചെയ്യാം അപ്പം പറയാതിരിക്കാൻ. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.